എല്ലാ കൂട്ടുകാർക്കും എൻജോയ് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബിരുദതലത്തിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ടൈം ഡയലേഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം ഡയലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകളെന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ദ ലോസ് ഓഫ് ഫിസിക്സ് ആർ ദ സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസുകളിലും ഫിസിക്സിലെ നിയമങ്ങൾ സെയിം ആയിരിക്കും. ഇനി എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസുകളെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം ഭൂമി ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് ഉദാഹരണമാണ്. ദെൻ എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? ഒരു വസ്തുവിൻ്റെ ചലനം പഠിക്കാൻ സഹായിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിനെയാണ് സാധാരണഗതിയിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി ചെറിയ ക്ലാസ്സുകളിൽ എക്സ് ആക്സിസ്, ദെൻ വൈ ആക്സിസ്, ദെൻ ഇസഡ് ആക്സിസ്, ഈ 3 ആക്സസുകൾ ചേർന്ന സിസ്റ്റം, ഇതിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോഓർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ വസ്തുവിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ, ഒരു വസ്തുവിൻ്റെ പൊസിഷൻ, അതായത് ഒരു പാർട്ടിക്കിൾ പി ഞാൻ പരിഗണിക്കുന്നു. ഈ പി എന്ന് പറയുന്ന നിലവിൽ എക്സ് വൈ പ്ലെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എക്സ് ആക്സിസിൽ നിന്ന് വൈ ദൂരം അകലെയും വൈ ആക്സിസിൽ നിന്ന് എക്സ് ദൂരം അകലെയാണ്. അതുകൊണ്ട് പി എ പി ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പി ഓഫ് എക്സ് വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. 3 ഡയമെൻഷൻ ആണെങ്കിൽ ഇസഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് കൂടി നമ്മൾ ഉപയോഗിക്കും. ഇനി ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ദെൻ ഇസഡ് കോർഡിനേറ്റ്, ഈ 3 കോർഡിനേറ്റുകളും ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഈ കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് എനിക്ക് എന്ത് റെപ്രസെൻ്റ് ചെയ്യാം? ഒന്ന് വസ്തുവിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യാം, അതേപോലെ ചലനത്തെയും റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വസ്തുവിൻ്റെ പൊസിഷനെയോ ചലനത്തെയോ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ചേർന്ന ഫ്രെയിം, അതിനൊരു പേരുണ്ട്, കോഓർഡിനേറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ്. മറ്റൊരു ഉദാഹരണം ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഭൂമിയിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്പേസ് ഷട്ടിലുള്ള വ്യക്തിയുടെ മോഷൻ പഠിക്കുന്നു, ചലനം പഠിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ബഹിരാകാശ നിലയത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ബഹിരാകാശ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളെ സംബന്ധിച്ച് ആ ബഹിരാകാശ വാഹനമാണ് ബാക്ക്ഗ്രൗണ്ടായി പ്രവർത്തിക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബഹിരാകാശ വാഹനമാണ് അവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് വർത്തിക്കുക. അതേപോലെ സ്പേസ് ഷട്ടിലിരിക്കുന്ന വ്യക്തി ഭൂമിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മോഷൻ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭൂമിയാണ് അതിനുള്ള ബേസ്, ദാറ്റ് ഇസ് ഫ്രെയിമായി വർത്തിക്കുക. അതുകൊണ്ട് പറയാം ഭൂമി എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ടാണ് ഭൂമിയിലെ ആ വ്യക്തിയുടെ ചലനം പഠിക്കാൻ സ്പേസ് ഷട്ടിലിരിക്കുന്ന നിരീക്ഷകനെ സഹായിച്ചത്. അതുകൊണ്ട് നമ്മൾ പറയും ഭൂമി ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ദെൻ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, the speed of light in free space has the same value in all inertial frame of reference. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസുകളിലും ലൈറ്റിൻ്റെ സ്പീഡ് ഒരേപോലെ ആയിരിക്കും. നമുക്കറിയാം വാക്വത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് c = 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഈ വാല്യൂ തന്നെ ആയിരിക്കും എല്ലാ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസുകളിലും. അതുകൊണ്ട് നമ്മൾ പറയും c = a constant in all inertial frame of reference. അതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് മോഷൻ സ്പേസിനെയും ടൈമിനെയും അഫക്റ്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നോക്കാം. ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് 2 ഫ്രെയിമുകൾ. ഒന്നാമത്തെ ഫ്രെയിമിനെ ഞാൻ S എന്ന് വിളിച്ചു, രണ്ടാമത്തെ ഫ്രെയിമിനെ ഞാൻ S' എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഫ്രെയിമിൻ്റെ പ്രത്യേകത, അവിടെ ഒരു മീറ്റർ സ്റ്റിക്ക് കാണാം, ദെൻ ഒരു ക്ലോക്ക്. ഇനി ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിരീക്ഷകൻ, ദാറ്റ് ഈസ് ഒബ്സർവർ 1. രണ്ടാമത്തെ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്രെയിനിലാണ്. ആ ട്രെയിനിലും ഉണ്ട് ഒരു നിരീക്ഷകൻ, അയാളെ ഞാൻ 2 എന്ന് മാർക്ക് ചെയ്തു. അവിടെയും AB എന്ന് പറയുന്ന സെയിം മീറ്റർ സ്റ്റിക്കും ഉണ്ട്, ദെൻ ഒരു ക്ലോക്കും ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ 2 ഫ്രെയിമിലും ഞാൻ വെച്ചിരിക്കുന്ന മീറ്റർ സ്റ്റിക്കും ക്ലോക്കും ഐഡൻറ്റിക്കലാണ്. ഇനി
എ ബി എന്ന് പറയുന്ന മീറ്റർ സ്റ്റിക്കിൻ്റെ നീളം ഒന്നാമത്തെ ഒബ്സർവർ അളന്നു 1 മീറ്ററാണ്. അതേപോലെ തന്നെ എയിൽ ഞാനൊരു ലൈറ്റ് സോഴ്സ് വെക്കുന്നു. ദെൻ ആ ലൈറ്റ് സോഴ്സ് സെൻഡ് ചെയ്യുന്ന ലൈറ്റ് പൾസുകളെ റിസീവ് ചെയ്യാൻ വേണ്ടി ബിയിലൊരു റിസീവറേയും വെച്ചിട്ടുണ്ട്. ലൈറ്റ് പൾസ് എസിൽ നിന്ന് പുറപ്പെടും, ദാറ്റ് ഈ സോഴ്സിൽ നിന്ന് പുറപ്പെട്ട് റിസീവർ സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെടുക്കുന്ന സമയത്തെ നമ്മുടെ ക്ലോക്ക് അളന്നു, അതെത്രയാണെന്ന് പറയുന്നു, 2 സെക്കൻഡ് ആണെന്ന് പറയുന്നു. ഇനി അതേ മീറ്റർ സ്റ്റിക്കിൻ്റെ നീളം തന്നെ ഇവിടെയും, അതായത് രണ്ടാമത്തെ ഫ്രെയിമിലും ആരളക്കുന്നു, രണ്ടാമത്തെ ഒബ്സർവർ അളക്കുന്നു. അദ്ദേഹത്തിനും എത്ര തന്നെ കിട്ടി, 1 മീറ്ററാണ് നീളം. ഇനി എയിൽ നിന്ന് ലൈറ്റ് പൾസ് എവിടെ എത്തുന്നു, ബിയിലെത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സമയവും ഇവിടുത്തെ ക്ലോക്ക് ഉപയോഗിച്ച് അളക്കുന്നു. അതും എന്ത് തന്നെയാണ്, 2 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഈ 2 ഫ്രെയിമുകളും ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. അതിൻ്റെ അർത്ഥം ഇവർക്കിടയിൽ നിലവിൽ റിലേറ്റീവ് മോഷൻ, അതായത് ആപേക്ഷിക ചലനമില്ല. ആപേക്ഷിക ചലനമില്ലാത്തത് കൊണ്ട് 2 ഫ്രെയിമുകളിലും അളന്ന മീറ്റർ സ്റ്റിക്കിൻ്റെ നീളവും അവിടെ അളക്കപ്പെട്ട സമയവും സെയിമായി നിലനിൽക്കുന്നു. തൊട്ട് താഴത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്നാമത്തെ ഫ്രെയിമിനെ ഞാൻ റെസ്റ്റ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്നു വിത്ത് സം വെലോസിറ്റി v. ദെൻ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഒബ്സർവർ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ഫ്രെയിമിലെ മീറ്റർ സ്റ്റിക്കിൻ്റെ നീളം, അതായത് എ ബി എന്ന് പറയുന്ന മീറ്റർ സ്റ്റിക്കിൻ്റെ നീളം അളക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ എയിൽ നിന്ന് ലൈറ്റ് പൾസ് ബിയിലിരിക്കുന്ന റിസീവറിലെത്താനുള്ള സമയവും അളക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ ഒബ്സർവർ റെസ്റ്റിലാണ്, രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്നു. അപ്പോൾ റെസ്റ്റ് ഫ്രെയിമിലിരുന്ന ഒബ്സർവർ മൂവിങ് ഫ്രെയിമിലെ ലെങ്തും ടൈമും അളക്കാൻ ശ്രമിക്കുന്നു. ഗലീലിയൻ റിലേറ്റിവിറ്റി അനുസരിച്ച് ഈ ഒബ്സർവർ അളക്കുന്ന സമയവും നീളവും യഥാക്രമം 2 സെക്കൻഡും 1 മീറ്ററുമായിട്ട് നിലനിൽക്കേണ്ടതാണ്. എന്നാൽ ഐൻസ്റ്റീൻ്റെ അഭിപ്രായത്തിൽ ഈ റിലേറ്റീവ് മോഷൻ ടൈമിനെയും സ്പേസിനെയും അഫക്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം റെസ്റ്റ് ഫ്രെയിമിൽ ഇരുന്ന ഒബ്സർവർ മൂവിങ് ഫ്രെയിമിലെ നീളവും ടൈമും അളക്കുമ്പോൾ വ്യത്യാസം തോന്നാം. നീളത്തിലുള്ള വ്യത്യാസത്തെ ലെങ്ത് കോൺട്രാക്ഷൻ എന്നും ടൈമിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ ടൈം ഡയലേഷൻ എന്നും വിളിച്ചു. ദെൻ ടൈം ഡയലേഷനെ കുറിച്ച് കൂടുതൽ നോക്കാം. അപ്പോൾ എന്താണ് ടൈം ഡയലേഷൻ്റെ നിർവചനം? അപ്പോൾ ടൈം ഡയലേഷൻ്റെ നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ദി അപ്പറന്റ് ലെങ്തനിങ് ഓഫ് ടൈം ഇൻ്റർവൽ ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ ഈസ് കോൾഡ് ടൈം ഡയലേഷൻ. ടൈം ഗെറ്റ്സ് ഡയലേറ്റഡ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഗെറ്റ്സ് ലോങ്ങർ. ടൈം ഇൻ്റർവെല്ലിൻ്റെ നീളം വർദ്ധിക്കുന്ന ഫിനോമിനനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈം ഡയലേഷൻ. ഇനി എന്തുകൊണ്ട് ടൈം ഇൻ്റർവെല്ലിൻ്റെ നീളം കൂടുന്നു എന്ന് ചോദിച്ചാൽ, ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ. വേറൊരു തരത്തിൽ പറയുവാണെങ്കിൽ, ടൈം ഇൻ്റർവെൽസ് വിൽ ബി ലോങ്ങർ ഇൻ മൂവിങ് ഫ്രെയിം ഓഫ് റെഫറൻസ്. മൂവ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസുകളിൽ ടൈം ഇൻ്റർവെല്ലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. ഇനി ഡ്യൂ ടു ടൈം ഡയലേഷൻ, അതായത് ടൈം ഡയലേഷൻ മൂലം എന്ത് സംഭവിക്കാം, എ മൂവിങ് ക്ലോക്ക് അപ്പിയേഴ്സ് ടു റൺ സ്ലോവർ ദാൻ എ സ്റ്റേഷനറി ക്ലോക്ക്. മൂവിങ് ക്ലോക്ക് കാണിക്കുന്ന സമയം സ്ലോ ആകും. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു സ്റ്റേഷനറി ക്ലോക്ക് കാണിക്കുന്ന സമയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിനെയാണ് നമ്മൾ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ നോക്കാം. ചിത്രത്തിൽ 2 ഫ്രെയിമുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എസ് ഡാഷ്. അതൊരു സ്പേസ് ഷട്ടിലാണ് എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം. രണ്ടാമത്തെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു പ്ലേസ് ആണ്. അപ്പം സ്പേസ് ഷട്ടിൽ ഒരു നിരീക്ഷകനുണ്ട്. ദെൻ അതേപോലെ തന്നെ ഭൂമിയിലും ആരുണ്ട്, ഒരു നിരീക്ഷകൻ. ഇനി 2 പേരുടെയും കയ്യിൽ ഓരോ ക്ലോക്ക് വീതമുണ്ട്. അത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്. ഇനി ഒന്നാമത്തെ നിരീക്ഷകൻ, അതായത് ഈ സ്പേസ് ഷട്ടിലെ നിരീക്ഷകനെ സംബന്ധിച്ച് കാണാം, ഒരു ലൈറ്റ് സോഴ്സ് ഇരിപ്പുണ്ട്. ഇതൊരു ലൈറ്റ് സോഴ്സ് ആണ്. ദെൻ തൊട്ട് മുകളിലൊരു മിറർ, ഇതാണ് മിറർ. ദെൻ തൊട്ട് താഴെ ഈ ലൈറ്റ് പൾസിനെ റിസീവ് ചെയ്യുന്ന ഒരു റിസീവറും ഉണ്ട്. അപ്പോൾ ലൈറ്റ് സോഴ്സിൽ നിന്ന് പ്രകാശം പുറപ്പെട്ട് അതെവിടെ വരും, മിററിൽ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വന്ന് എവിടെ സ്വീകരിക്കപ്പെടും, റിസീവർ. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് പൾസ് സെൻഡായി റിസീവ് ചെയ്യുന്ന സമയം ക്ലോക്ക് അളക്കുന്നു. ആ ടൈമാണ് നമ്മൾ വിളിച്ച ഡെൽ ടി പ്രൈം ഓർ ഡെൽ ടി ഡാഷ്. ഞാനിവിടെ ഡെൽ ടി പ്രൈം എന്ന് ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം.
മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ലൈറ്റ് പൾസ് സഞ്ചരിച്ച ദൂരം d ആണ്. അതേപോലെ തന്നെ തിരിച്ച് താഴേക്ക് വരുന്ന സമയത്തും ഒരു ഡിയും കൂടെ സഞ്ചരിക്കും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2d. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2d ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് c. സോ അതുകൊണ്ട് നമുക്ക് എഴുതാം ഇൻ എസ് ഡാഷ് ഫ്രെയിം ടൈം ഇൻ്റർവൽ മെഷേർഡ് ബൈ ദിസ് ഒബ്സർവർ. ഈ ഒബ്സർവർ അളന്ന ടൈം ഇൻ്റർവൽ എത്രയാണ്? ഡെൽ ടി പ്രൈം ഈക്വൽ ടു എന്താണ്? 2d/c. ഇനി ഈ ടൈം ഇൻ്റർവലിനെ നമ്മളൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേര് പ്രോപ്പർ ടൈം ഇൻ്റർവൽ എന്നാണ്. എന്താണ്? പ്രോപ്പർ ടൈം ഇൻ്റർവൽ. അപ്പോൾ എന്താണ് പ്രോപ്പർ ടൈം ഇൻ്റർവൽ എന്ന് ചോദിച്ചാൽ, ഈ നിരീക്ഷകൻ നോക്കുന്ന സമയത്ത് ലൈറ്റ് പൾസ് സെൻഡായി ദെൻ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തു, റിസീവ് ചെയ്തു. ഈ രണ്ട് പ്രോസസ്സുകളും, അതായത് ലൈറ്റ് പൾസ് സെൻഡായി റിസീവായി, ഇത് രണ്ടും നടക്കുന്നത് എവിടെ തന്നെയാണ്? ഈ സ്പേസ് ഷട്ടിലിനുള്ളിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ഈവൻറ്റുകളും, അതായത് ലൈറ്റ് പൾസ് സെൻഡ് ചെയ്യപ്പെടുന്നതും റിസീവ് ചെയ്യപ്പെടുന്നതിനും രണ്ട് ഈവൻറ്റുകളായിട്ട് പരിഗണിച്ചാൽ ഈ രണ്ട് ഈവൻറ്റുകളും നടക്കുന്നത് സെയിം പ്ലേസിലാണ്. അങ്ങനെ സെയിം പ്ലേസിലാണ് ഈവൻറ്റുകൾ നടക്കുന്നതെങ്കിൽ അവർക്കിടയ്ക്കുള്ള ടൈം ഇൻ്റർവെലിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ടൈം ഇൻ്റർവൽ. അപ്പോൾ ഡെൽ ടി പ്രൈം എന്ന് പറയുന്നത് പ്രോപ്പർ ടൈം ഇൻ്റർവെല്ലാണ്. സോ പ്രോപ്പർ ടൈം ഇൻ്റർവൽ ഈസ് ഡെൽ ടി പ്രൈം ഈക്വൽ ടു 2d/c. ഇനി ഈ ലൈറ്റ് പൾസിൻ്റെ പാത്ത് ഈ സ്പേസ് ഷട്ടിലിന് വെളിയിലുള്ള എസ് ഫ്രെയിമിലുള്ള ഒബ്സർവർ നിരീക്ഷിക്കുന്നു. അദ്ദേഹം നോക്കുന്ന സമയത്ത് മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ പാത്തായിട്ടല്ല കാണപ്പെടുക. ഇതേപോലെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലൊരു പാത്ത് മിററിൽ വന്ന് തട്ടി തിരിച്ച് എവിടെ വരുന്നു? റിസീവറിൽ വരുന്നു. അപ്പോൾ ഈ പാത്തിലാണ് ലൈറ്റ് പൾസ് മൂവ് ചെയ്യുന്നതായിട്ട് ഭൂമിയിലിരിക്കുന്ന നിരീക്ഷകന് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം ഭൂമിയിലിരിക്കുന്ന നിരീക്ഷകൻ നോക്കുമ്പോൾ ഈ മൂവിങ് ഫ്രെയിമിൽ ലൈറ്റ് പൾസ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. ഇനി എന്തുകൊണ്ട് ഈ പാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് പൾസ് മുകളിലേക്ക് പോകുന്നു, അതേസമയം ഈ ഫ്രെയിം വലത്തോട്ട്, അതായത് സ്പേസ് ഷട്ടിൽ വലത്തോട്ട് മൂവ് ചെയ്യുന്നു. സോ റിസൾട്ടൻ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ലൈറ്റ് പൾസ് മൂവ് ചെയ്തു. ഇവിടാണ് മിറർ ഇരിക്കുന്നത്. ദെൻ മിററിൽ തട്ടി അതേപോലെ എന്ത് ചെയ്യുന്നു? റിസീവർ സ്വീകരിക്കുന്നു. അപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്കറിയാവുന്ന കാര്യം സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എടുക്കാം. ഇവിടെ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണെന്ന് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു ടൈം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു എന്താണ്? ടൈം. അതിൻ്റെ അർത്ഥം എസ്സിലിരിക്കുന്ന ഒബ്സർവർ നോക്കുമ്പോൾ ലൈറ്റ് പൾസ് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. അങ്ങനെ കൂടുതൽ ദൂരം സഞ്ചരിക്കണമെങ്കിൽ എന്തെടുക്കണം? കൂടുതൽ സമയം ആവശ്യമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. സിയുടെ വാല്യൂ എപ്പോഴും സ്ഥിരമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ പറയും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കൂടുതൽ സമയമെടുക്കും. അതിൻ്റെ അർത്ഥം ഭൂമിയിലിരിക്കുന്ന നിരീക്ഷകൻ നോക്കുന്ന സമയത്ത് ഈ സ്പേസ് ഷട്ടിലിൽ രണ്ട് ഈവൻറ്റുകൾക്കിടയ്ക്കുള്ള ടൈം ഇൻ്റർവൽ, ദാറ്റ് ഈസ് ലൈറ്റ് പൾസ് സെൻഡായി റിസീവ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇൻ്റർവൽ കൂടുന്നതായിട്ട് തോന്നും. ഇങ്ങനെ റെസ്റ്റ് ഫ്രെയിമിൽ ഇരിക്കുന്ന ഒരു ഒബ്സർവറിന് മൂവിങ് ഫ്രെയിമിലുള്ള ടൈം ഇൻ്റർവൽ കൂടുന്നതായി തോന്നുന്ന ഫിനോമിനൽ, പ്രതിഭാസം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ മൂവിങ് ഫ്രെയിമിൽ ഇരിക്കുന്ന നിരീക്ഷകനെ സംബന്ധിച്ച് റെസ്റ്റ് ഫ്രെയിമിൽ ഇരിക്കുന്ന ക്ലോക്കിനേക്കാൾ സമയം കുറച്ചാണ് അദ്ദേഹത്തിൻ്റെ ക്ലോക്ക് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂവിങ് ക്ലോക്ക് റൺസ് സ്ലോ. കാരണം ടൈം ഇൻ്റർവെല്ല് കൂടുമ്പോൾ ക്ലോക്ക് മെഷർ ചെയ്യുന്ന ടൈം കുറയും. ദാറ്റ് മീൻസ് ദാറ്റ് റൺസ് സ്ലോ. ക്ലോക്ക് റൺസ് സ്ലോ. മൂവിങ് ക്ലോക്ക് റൺസ് സ്ലോ. ഇനി റെസ്റ്റ് ഫ്രെയിമിൽ ഒബ്സർവർ നോക്കുന്ന സമയത്ത്, അതായത് ലൈറ്റ് പൾസ് എസ്സിൽ നിന്ന് പുറപ്പെട്ടു, അത് ഈ പൊസിഷനാണ്, എ എന്ന് പറയുന്ന പൊസിഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് റിസീവ് ചെയ്യപ്പെടുക വേറൊരു പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ വേറൊരു പ്ലേസിലായിരിക്കും. അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? ബി എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം ഈ രണ്ട് ഈവൻറ്റുകൾ, ലൈറ്റ് പൾസ് പുറപ്പെടുന്നത് ഫസ്റ്റ് ഈവൻറ്റും ലൈറ്റ് പൾസ് റിസീവ് ചെയ്യുന്നത് സെക്കൻഡ് ഈവൻറ്റും, ഈ രണ്ട് ഈവൻറ്റുകളും നടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. അങ്ങനെ രണ്ട് ഈവൻറ്റുകളും രണ്ട് സ്ഥലത്താണെങ്കിൽ നമ്മൾ അതിനെ പറയും ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ. അപ്പോൾ ഭൂമിയിലിരിക്കുന്ന നിരീക്ഷകൻ, അതായത് റെസ്റ്റ് ഫ്രെയിമിലിരുന്ന നിരീക്ഷകൻ അളന്ന ടൈം ഇൻ്റർവെല്ലാണ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ. അദ്ദേഹത്തിനെ വിളിച്ച പേര് ഡെൽറ്റി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റി നമുക്ക് കണ്ടുപിടിക്കാം.
സോ ഡെൽ ടി ഈസ് ഗിവൺ ബൈ തൊട്ട് മുകളിൽ ഡിസ്റ്റൻസ് 2d/c ആയിരുന്നു. എവിടെ? എസ് ഡാഷ് ഫ്രെയിമിൽ. അങ്ങനെയാണെങ്കിൽ എസ് ഫ്രെയിമിൽ ഇരിക്കുന്ന വ്യക്തി നോക്കുമ്പോൾ 2d/c അല്ല, 2d/c ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് √1 - v²/c². അങ്ങനെയാണെങ്കിൽ ഈ ഡിനോമിനേറ്ററിലെ ടേം എപ്പോഴും ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഡെൽ ടി പ്രൈം മീൻസ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ ഗ്രേറ്റർ ദാൻ ഡെൽ ടി പ്രൈം. ദാറ്റ് ഈസ് ഡെൽ ടി ആണ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ. കാരണം രണ്ട് ഈവൻറ്റുകളും നടന്നത് രണ്ട് സ്ഥലത്താണ്. സോ രണ്ട് ഈവൻറ്റുകളും നടന്നത് രണ്ട് സ്ഥലത്താണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ടൈം ഇൻ്റർവലിനെ വിളിച്ച പേരാണ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ. ഇനി വേറൊരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. അതായത് ഈ മൂവിങ് ഫ്രെയിമിൽ, അതായത് എസ് ഫ്രെയിമിൽ 1 സെക്കൻഡ് കഴിഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ 1 സെക്കൻഡ് എസ് ഫ്രെയിമിലിരുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത് 1/√1 - v²/c² സെക്കൻഡ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് 1 സെക്കൻഡിനേക്കാൾ കൂടുതലായിട്ട് തോന്നും. ആരെ സംബന്ധിച്ച്? എസ് ഫ്രെയിമിലെ നിരീക്ഷകനെ സംബന്ധിച്ച്. ഇങ്ങനെ മൂവിങ് ഫ്രെയിമിലെ ടൈം ഇൻ്റർവെല് റെസ്റ്റ് ഫ്രെയിമിലിരിക്കുന്ന ആൾ നോക്കുമ്പോൾ കൂടുന്നതായിട്ട് തോന്നുന്ന ഫിനോമിനനാണ് ടൈം ഡയലേഷൻ. ഇതിൻ്റെ അർത്ഥം റിലേറ്റീവ് മോഷൻ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? ടൈമിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷനൂടെ നോക്കാം. The time interval measured by a frame where the two events occur at the same place is called proper time interval. ഇതാണ് നമ്മുടെ പിക്ചറിലെ ഡെൽ ടി പ്രൈം. ഇനി ടൈം ഇൻ്റർവൽ മെഷേർഡ് ബൈ എ ഫ്രെയിം വെയർ ദ ഇവൻറ്റ്സ് ഒക്കർ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഈസ് കോൾഡ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ. അതാണ് നമ്മുടെ പിക്ചറിൽ കണ്ട ഡെൽ ടി. ഇനി അപ്പോൾ കണ്ട കാര്യം ഡെൽ ടി ഗ്രേറ്റർ ദാൻ ഡെൽ ടി പ്രൈം. ഇതിനെയാണ് നമ്മൾ എന്തോ വിളിച്ചത്? ടൈം ഡയലേഷൻ. ഇനി എങ്ങനെയാണ് ടൈം ഡയലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കാൽക്കുലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് കാണാം ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ ദ ഇക്വേഷൻസ് വിച്ച് പ്രൊവൈഡ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ടു റഫറൻസ് സിസ്റ്റംസ് ഈസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. രണ്ട് റഫറൻസ് സിസ്റ്റത്തിലെ കോർഡിനേറ്റുകളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനാണ്. കാണാം രണ്ട് ഫ്രെയിമുകൾ, എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമും. രണ്ടിടത്തും ഒബ്സർവർ ഉണ്ട്, നിരീക്ഷകന്മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ കാണാം നിങ്ങൾക്ക് രണ്ടാമത്തെ ഫ്രെയിം അതൊരു മൂവിങ് ഫ്രെയിമാണ്. അപ്പോൾ ആ മൂവിങ് ഫ്രെയിമിൽ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഞാൻ പി എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൂവിങ് ഫ്രെയിമിലെ ഒബ്സർവർ നോക്കുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ എക്സ് പ്രൈം, വൈ പ്രൈം, ഇസഡ് പ്രൈം എന്ന കോർഡിനേറ്റുകൾ കൊണ്ടും എന്ന പൊസിഷൻ കോർഡിനേറ്റുകൾ കൊണ്ടും ടി പ്രൈം എന്ന ടൈമും കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ദ സെയിം പൊസിഷൻ ഈസ് ഒബ്സർവ്ഡ് ബൈ ആൻ ഒബ്സർവർ ഇൻ ദ ഫസ്റ്റ് ഫ്രെയിം, ദാറ്റ് ഈസ് എസ് ഫ്രെയിം. അദ്ദേഹം നോക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എക്സ്, വൈ, സെഡ് എന്നീ പൊസിഷൻ കോർഡിനേറ്റുകളും ടി എന്ന ടൈം കോർഡിനേറ്റും കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോർഡിനേറ്റുകളെ ഞാൻ കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. കാണാം ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഇൻറ്റു ഗാമ. ഗാമയുടെ വാല്യൂ 1/√1 - v²/c² ആണ്. വി എന്ന് പറയുന്ന രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്ന സ്പീഡും സി വെലോസിറ്റി ഓഫ് ലൈറ്റും. ഇനി വൈ പ്രൈം ഈക്വൽ ടു വൈ, ഇസഡ് പ്രൈം ഈക്വൽ ടു ഇസഡ്. അതിനുള്ള കാരണം ഇവിടെ മോഷൻ ഈസ് ഓൺലി along the x direction. So y coordinate and z coordinate remains the same. Then t prime equal to t minus xv/c² into gamma, where gamma 1/√1 - v²/c². ഇനി എക്സ് പ്രൈമിന് പകരം നമുക്ക് എക്സ് കോർഡിനേറ്റ് കണ്ടെത്താം. എങ്ങനെ? എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം പ്ലസ് വി ടി പ്രൈം ഇൻറ്റു ഗാമ, വൈ ഈക്വൽ ടു വൈ പ്രൈം, ഇസഡ് ഈക്വൽ ടു ഇസഡ് പ്രൈം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ മോഷൻ. Then t equal to t prime plus x prime into v divided by c² into gamma. ഗാമയുടെ വാല്യൂ 1/√1 - v²/c². ഈ ഇക്വേഷൻസിനെ വിളിച്ച പേര് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്നാണ്. അടുത്തതായിട്ട് നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകാം. എങ്ങനെയാണ് ടൈം ഡയലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ചിത്രത്തിൽ കാണാം രണ്ട് ഫ്രെയിമുകളുണ്ട്, എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എസ് ഫ്രെയിം അറ്റ് റെസ്റ്റും എസ് ഡാഷ് ഫ്രെയിം മൂവിങ് ആണ് വിത്ത് വെലോസിറ്റി വി. അങ്ങനെയാണെങ്കിൽ എസ് ഡാഷ് ഫ്രെയിമിൽ ഒരു നിരീക്ഷകനുണ്ട്,
അതേപോലെ തന്നെ എസ് ഫ്രെയിമിലും ഒരു നിരീക്ഷകനെ പരിഗണിക്കാം. അപ്പം എസ് ഡാഷ് ഫ്രെയിമിലെ നിരീക്ഷകൻ നോക്കുമ്പോൾ ഇവിടെ കാണാൻ ഞാൻ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ബൾബാണ്. അപ്പോൾ ആ ബൾബ് ഓൺ ആകുന്നു, അതിനെ ഞാൻ ഈവൻ്റ് ഇ എന്ന് വിളിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ബൾബ് ഓഫ് ആകുന്നു. അപ്പോൾ ആ ഓഫ് ആകുന്ന ഈവൻറ്റിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? ഇ ഡാഷ്. സോ ഇ ഈസ് ദ ഫസ്റ്റ് ഈവൻ ആൻഡ് ഇ ഡാഷ് ഈസ് ദ സെക്കൻഡ് ഈവൻ. ഇ എന്ന് പറയുന്ന ഈവൻ്റ് നടക്കുന്ന സമയത്തെ T1 പ്രൈം എന്ന് വിളിക്കുന്നു. ഇ ഡാഷ് എന്ന് പറയുന്ന ഈവൻ്റ് നടക്കുന്നതിനെ ഞാൻ T2 പ്രൈം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എസ് ഫ്രെയിമിൽ ഇരിക്കുന്ന ഒബ്സർവർ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈവൻ്റ് നടക്കുന്ന ടൈം T1 പ്രൈം, ദാറ്റ് ഈസ് ബൾബ് ഓണായ സമയം T1 പ്രൈമും സെക്കൻഡ് ഈവൻ്റ് ബൾബ് ഓഫ് ആയ സമയം T2 പ്രൈമും ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഇൻ്റർവൽ, അവർക്കിടയ്ക്കുള്ള ടൈം ഇൻ്റർവലിനെ ഡെൽ ടി പ്രൈം ഈക്വൽ ടു എഴുതാം T2 പ്രൈം മൈനസ് T1 പ്രൈം. ഇതിനെ പറയുന്ന പേര് പ്രോപ്പർ ടൈം ഇൻ്റർവൽ എന്നാണ്. കാരണം ഈ രണ്ട് ഈവൻറ്റും നടന്നത് എക്സ് ഡാഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സ് പ്രൈം എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. അപ്പോൾ ഒരേ ലൊക്കേഷനിൽ ഒരേ പ്ലേസിലാണ് ടൈം ഇൻ്റർവെല് മെഷർ ചെയ്യപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഈവൻറ്റുകൾക്കിടയ്ക്കുള്ള ടൈം ഇൻ്റർവൽ മെഷർ ചെയ്തതെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ പേര് പ്രോപ്പർ ടൈം ഇൻ്റർവൽ. അതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്തു ഡെൽ ടി സമൻ T2 പ്രൈം മൈനസ് T1 പ്രൈം. അതെന്താണ്? പ്രോപ്പർ ടൈം ഇൻ്റർവൽ. ഇനി ദ സെയിം ഈവൻറ്റ് റെസ്റ്റ് ഫ്രെയിം, അതായത് എസ് ഫ്രെയിമിൽ ഒബ്സർവർ നിരീക്ഷിക്കുന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഫസ്റ്റ് ഈവൻറ്റ് ഇ എന്ന് പറയുന്നത് T1 സമയത്തും സെക്കൻഡ് ഈവൻറ്റ് ഇ ഡാഷ് എന്ന് പറയുന്നത് T2 സമയത്തുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഈവൻറ്റുകൾക്കിടയ്ക്കുള്ള ടൈം ഇൻ്റർവലിനെ അദ്ദേഹം ഡെൽ ടി എന്ന് വിളിച്ചു. ഡെൽ ടി ഈക്വൽ ടു എന്താണ്? T2 മൈനസ് T1. അപ്പോൾ എസ് ഫ്രെയിമിലെ ഒബ്സർവറിനെ സംബന്ധിച്ച് ബൾബ് ഓൺ ആകുന്നതാണ് ഫസ്റ്റ് ഈവൻറ്റ്, ദെൻ ബൾബ് ഓഫ് ആകുന്നത് സെക്കൻഡ് ഈവൻറ്റ്. ബൾബ് ഓണായി ആ ലൊക്കേഷൻ ആയിരിക്കത്തില്ല ബൾബ് ഓഫ് ആവുന്ന ലൊക്കേഷൻ. കാരണം ബൾബ് ഇരിക്കുന്ന ഫ്രെയിം വലതുവശത്തേക്ക് വി വെലോസിറ്റിയോടെ മൂവ് ചെയ്യുവാണ്. അതിൻ്റെ അർത്ഥം രണ്ട് ഈവൻറ്റുകളും നടക്കുന്നത് രണ്ട് സ്ഥലത്താണ്. ആരെ സംബന്ധിച്ച്? എസ് ഫ്രെയിമിലെ നിരീക്ഷകനെ സംബന്ധിച്ച്. അതുകൊണ്ട് എസ് ഫ്രെയിമിലെ നിരീക്ഷകൻ അളന്ന ടൈം ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെല്ലാണ്. നമുക്ക് കാണാം, തൊട്ട് താഴെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡെൽ ടി ഈക്വൽ ടു എന്താണ്? T2 മൈനസ് T1. അതിനെ വിളിച്ച പേരെന്താണ്? ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെൽ. ഇനി ഞാൻ ലോറൻസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലോറൻസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? ടി സമം ടി പ്രൈം പ്ലസ് എക്സ് പ്രൈം ഇൻറ്റു വി ബൈ സി സ്ക്വയർ ഇൻറ്റു ഗാമ. ദെൻ ഗാമയുടെ വാല്യൂ 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ നമുക്ക് എഴുതാം ടി ഈക്വൽ ടു ടി പ്രൈം പ്ലസ് എക്സ് പ്രൈം ഇൻറ്റു വി ബൈ സി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഞാൻ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. T1 ഈക്വൽ ടു T1 പ്രൈം പ്ലസ് എക്സ് പ്രൈം വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. T2 ഈക്വൽ ടു T2 പ്രൈം പ്ലസ് എക്സ് പ്രൈം ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. രണ്ടിടത്തും എക്സ് പ്രൈം തന്നെയാണ്, കാരണം ഒരേ പ്ലേസിലാണ് രണ്ട് ഈവൻറ്റുകളും നടന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എഴുതുന്നു T2 മൈനസ് T1 ഈക്വൽ ടു T2 പ്രൈം മൈനസ് T1 പ്രൈം ദ ഹോൾ ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇനി T2 മൈനസ് T1 മീൻസ് ഡെൽ ടി. T2 prime minus T1 prime is del T prime. So del T equal to del T prime divided by √1 minus V square by C square. അതിൻ്റെ അർത്ഥം improper time interval equal to proper time interval divided by √1 minus V square by C square. C greater than V. അതുകൊണ്ട് ഡിനോമിനേറ്റർ ലെസ് ദാൻ 1. ഡിനോമിനേറ്റർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ del T greater than del T prime. That means improper time interval greater than proper time interval. അതായത് റെസ്റ്റ് ഫ്രെയിമിലിരുന്ന ആള് അളന്ന ടൈം ഇൻ്റർവെല് കൂടി ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? മൂവിങ് ഫ്രെയിമിലെ ടൈം ഇൻ്റർവെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ടൈം ഡയലേഷൻ. ഇനി മൂവിങ് ഫ്രെയിം, ദാറ്റ് ഈസ് എസ് ഫ്രെയിമിലിരുന്ന ആൾ അളന്ന ടൈമാണ് പ്രോപ്പർ ടൈം ഇൻ്റർവൽ. പ്രോപ്പർ ടൈം ഇൻ്റർവൽ ഈസ് ഗിവൺ ബൈ del T into √1 minus V square by C square. ഇനി ഡ്യൂ ടു ടൈം ഡയലേഷൻ, ദാറ്റ് ഈസ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ ഗ്രേറ്റർ ദാൻ പ്രോപ്പർ ടൈം ഇൻ്റർവൽ, ആ എസ് ഫ്രെയിമിലെ ക്ലോക്ക് റൺ സ്ലോ കമ്പയർഡ് ടു എ ക്ലോക്ക് പ്ലേസ്ഡ് അറ്റ് ദി റെസ്റ്റ് ഫ്രെയിം, ദാറ്റ് ഈസ് എസ് ഫ്രെയിം. ഇങ്ങനെ
മൂവിങ് ക്ലോക്ക് റൺ സ്ലോ ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈം ഡയലേഷൻ. അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എ ഫാക്ടർ ഓഫ് എത്രയാണ്? റൺ സ്ലോ ബൈ എ ഫാക്ടർ ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇങ്ങനെ ടൈം ഗെറ്റ്സ് ലോങ്ങർ ഓർ ടൈം ഇൻ്റർവൽ ഗെറ്റ്സ് ലോങ്ങർ ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് ടൈം ഡയലേഷൻ. ഇനി ടൈം ഡയലേഷനുമായി ബന്ധപ്പെട്ട ഒരു ഫിനോമിനനാണ് ട്വിൻ പാരഡോക്സ്. അപ്പോൾ ട്വിൻ പാരഡോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിളി എ ലോങ്ങർ ലൈഫ് ബട്ട് ഇറ്റ് വിൽ നോട്ട് സീം ലോങ്ങർ. എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം രണ്ട് പെൺകുട്ടികൾ. അവരെ ഞാൻ എ എന്നും ബി എന്നും മാർക്ക് ചെയ്തു. ഇവർ ഇരട്ട കുട്ടികളാണ്. ഇനി ഇവരുടെ നിലവിലെ പ്രായം 19 വയസ്സാണ്. ഇനി ഒന്നാമത്തെ കുട്ടി ഭൂമിയിലാണ് നിൽക്കുന്നത്, രണ്ടാമത്തെ പെൺകുട്ടി ഒരു സ്പേസ് ഷട്ടിലിൽ. ഓക്കെ, ഇനി രണ്ടിടത്തും 2 ക്ലോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത്തെ പെൺകുട്ടി തൊട്ടടുത്ത ഒരു പ്ലാനറ്റിലേക്ക് പോകുന്നു. സപ്പോസ് ആ പ്ലാനറ്റ് എന്ന് പറയുന്നത് 10 ലൈറ്റ് ഇയേഴ്സ് അകലെയാണെന്ന് വിചാരിക്കൂ. അതിൻ്റെ അർത്ഥം ഭൂമി മുതൽ തൊട്ടടുത്ത പ്ലാനറ്റ് വരെയുള്ള അകലത്തെ ഞാൻ എന്തെന്ന് കാണിച്ചു? 10c. അപ്പോൾ 10c അകലെയുള്ള അടുത്ത പ്ലാനറ്റിലേക്ക് രണ്ടാമത്തെ പെൺകുട്ടി പോകുന്നു. ആ രണ്ടാമത്തെ പെൺകുട്ടി പോകുന്ന സ്പേസ് ഷട്ടിലിൻ്റെ സ്പീഡെന്ന് പറയുന്നത് മാർക്ക് ചെയ്യാം 0.8c ആണ്. അതായത് ലൈറ്റിൻ്റെ സ്പീഡിനോട് അടുത്ത സ്പീഡിലാണ് ഈ പെൺകുട്ടി യാത്ര ചെയ്യുന്നത്. ദെൻ ഈ പെൺകുട്ടി തൊട്ടടുത്ത പ്ലാനറ്റിൽ ചെന്നു, ദെൻ തിരിച്ചു വരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആ പെൺകുട്ടി വീണ്ടും ഒരു 10c ദൂരം കൂടി സഞ്ചരിക്കും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെക്കൻഡ് പേഴ്സൺ ദാറ്റ് ഈസ് ബി ഈസ് 20c. അങ്ങനെയാണെങ്കിൽ എ നോക്കുമ്പോൾ ബി തൊട്ടടുത്ത പ്ലാനറ്റിൽ പോയി തിരിച്ചെത്താനുള്ള സമയം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരം ഭാഗം ദാറ്റ് ഈസ് അതിനെ ഞാൻ T1 എന്ന് കൊടുക്കുന്നു. T1 ഈക്വൽ ടു എന്താണ്? ദൂരം എന്ന് പറയുന്നത് 20c ആണ്. ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0.8c. അത് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ വിച്ച് ഈസ് 25 ഇയേഴ്സ്. അതായത് എ എന്ന് പറയുന്ന പെൺകുട്ടി നോക്കുമ്പോൾ ബി അടുത്ത പ്ലാനറ്റിൽ പോയി തിരിച്ചു വരാൻ എത്ര വർഷം എടുത്തു? 25 വർഷം എടുത്തു. അങ്ങനെയാണെങ്കിൽ എയുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ നിലവിൽ പോകുന്നതിന് മുമ്പ് 19 വയസ്സായിരുന്നു എയുടെ പ്രായം. ദെൻ തിരിച്ച് രണ്ടാമത്തെ പെൺകുട്ടി തിരിച്ചു വന്ന സമയത്ത് 25 വർഷം കഴിഞ്ഞു. അപ്പം ആ വയസ്സൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര ആ വർഷവും കൂടെ ആഡ് ചെയ്യുമ്പോൾ 19 പ്ലസ് എത്രയാണ്? 25, ദാറ്റ് ഈസ് 44 വർഷങ്ങൾ. അപ്പോൾ എ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബി എന്ന് പറയുന്ന പെൺകുട്ടി പോയിട്ട് വന്ന സമയത്ത് എത്ര വയസ്സായി? 44 വയസ്സായി. ഇനി അങ്ങനെയാണെങ്കിൽ ബിയുടെ പ്രായം നോക്കാം. ബിയെ സംബന്ധിച്ച് തൊട്ടടുത്ത പ്ലാനറ്റിൽ പോയി തിരിച്ചു വരാനെടുത്ത സമയം ഞാൻ മാർക്ക് ചെയ്യുന്നു T2. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വിയുടെ സ്ഥാനത്ത് 0.8c ബൈ സി വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അതിൻ്റെ അർത്ഥം കിട്ടും നമുക്ക് ആൻസർ കിട്ടുന്നത് 11.4 വർഷങ്ങളാണ്. അതിൻ്റെ അർത്ഥം മൂവിങ് ഫ്രെയിമിലാണ് രണ്ടാമത്തെ പെൺകുട്ടി. അപ്പോൾ ആ രണ്ടാമത്തെ പെൺകുട്ടിക്ക് അനുഭവപ്പെട്ട സമയം എന്ന് പറയുന്നത് T2. T2ൻ്റെ വാല്യൂ എത്രയാണ്? T2 എന്ന് പറഞ്ഞാൽ റെസ്റ്റിലെ ടൈം എന്ന് പറഞ്ഞാൽ 19 വയസ്സായിരുന്നു. 19 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതാണ് അവരുടെ പ്രോപ്പർ ടൈം ഇൻ്റർവൽ, ആ പെൺകുട്ടിയുടെ പ്രോപ്പർ ടൈം ഇൻ്റർവൽ. അപ്പോൾ പെൺകുട്ടിയുടെ പ്രോപ്പർ ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 11.4. അങ്ങനെയാണെങ്കിൽ ബിയെ സംബന്ധിച്ച് സ്വന്തം പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് 19 വയസ്സായിരുന്നു. ദെൻ യാത്രയ്ക്കെടുത്ത സമയം 11.4. അപ്പോൾ മൊത്ത സമയം എന്ന് പറയുന്നത് മൊത്തം എത്ര കിട്ടും? 30.4 ഇയേഴ്സ് എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം മൂവിങ് ഫ്രെയിമിലിരുന്ന പെൺകുട്ടിയുടെ വയസ്സ് 30 വയസ്സും അല്ലെങ്കിൽ 30.4 വയസ്സും റെസ്റ്റ് ഫ്രെയിമിലിരുന്ന പെൺകുട്ടിക്ക് 44 വയസ്സുമാണ്. അതിൻ്റെ അർത്ഥം ട്വിൻസാണ്. അതിലൊരാൾ ഒരു മൂവിങ് ഫ്രെയിമിൽ സഞ്ചരിച്ചു വിത്ത് എ സ്പീഡ് വെരി ക്ലോസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ആ കുട്ടിയുടെ പ്രായം കുറയുന്നതായിട്ട് തോന്നും. ഇങ്ങനെ പ്രായം കുറയുന്നതായി തോന്നുന്നു ആർക്ക്? ട്വിൻസിൽ ഒരാൾക്ക് ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ. ഈ ഫിനോമിനനെ വിളിച്ച പേരാണ് ട്വിൻ പാരഡോക്സ്. ഇനി പ്രായം കുറയുന്നു എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ പ്രായം കുറയുന്നു എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ബയോളജിക്കൽ പ്രോസസ്സുകളും സ്ലോ ആവും. ഉദാഹരണമായിട്ട് ആ കുട്ടിയുടെ ഹേർട്ട് ബീറ്റ്സ്, പൾസ് റേറ്റ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും എന്താണ്? മൂവിങ് ഫ്രെയിമിലിരുന്ന കുട്ടിക്ക് പ്രായം കുറയുന്നു. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം? റെസ്റ്റ് ഫ്രെയിമിലെ കുട്ടിയുമായിട്ട്, അതായത് ഭൂമിയിലിരുന്ന ആൾക്ക്. ഈ ഫിനോമിനനെ വിളിച്ച പേരാണ് ട്വിൻ പാരഡോക്സ്.
അതായി ടൈം ഡയലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് നോക്കാം. അതായത് യൂണിവേഴ്സിറ്റി എക്സാമിന്, ജാം, നെറ്റ് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാം നിങ്ങൾക്ക്. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് എ വാച്ച് വെൻ ഇറ്റ് സീംസ് ടു ബി സ്ലോ ഡൗൺ ബൈ 1 minute in 1 hour. 1 മണിക്കൂറിൽ 1 മിനിറ്റ് സ്ലോ ആവുന്നു വാച്ച്. അങ്ങനെയാണെങ്കിൽ അത് എത്ര വേഗതയിൽ സഞ്ചരിക്കണം? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മൂവിങ് ക്ലോക്ക് എപ്പോഴും റൺസ് സ്ലോ ആണ്. അപ്പോൾ സ്ലോ ആകുന്ന സമയം എന്ന് പറയുന്നത് മൂവിങ് ഫ്രെയിമിലായിരിക്കും. അപ്പോൾ മൂവിങ് ഫ്രെയിമിലെ ടൈമിനെ നമ്മൾ പറഞ്ഞു വരും പ്രോപ്പർ ടൈം ഇൻ്റർവെല്ലാണ്. അത് 1 മണിക്കൂറിൽ 1 മിനിറ്റ് കുറവ്. ദാറ്റ് മീൻസ് 1 മണിക്കൂർ 3600 സെക്കൻഡാണ്. അതിൽ നിന്ന് 1 മിനിറ്റ് കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് 60 സെക്കൻഡ് കുറയ്ക്കുന്നു. സോ 3600 മൈനസ് 60 ദാറ്റ് ഈസ് 3540. അതാണ് മൂവിങ് ഫ്രെയിമിലെ ടൈം. അതിനെ നമ്മൾ വിളിച്ച പേര് എന്താണ്? പ്രോപ്പർ ടൈം ഇൻ്റർവൽ. ഇനി അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് ഫ്രെയിമിലെ ടൈം എന്ന് പറയുന്നതാണ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ. അറിയാവുന്ന ഇക്വേഷൻ del t പ്രൈം ഈക്വൽ ടു del t സ്റ്റാർ ഇൻറ്റു √1 മൈനസ് v²/c². അതിൽ നിന്ന് del t പ്രൈം ഡിവൈഡഡ് ബൈ del t ഈക്വൽ ടു കിട്ടും നമുക്ക് √1 മൈനസ് v²/c². രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും വെലോസിറ്റി v ഈക്വൽ ടു 0.18c. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, എ ക്ലോക്ക് കീപ്സ് കറക്റ്റ് ടൈം വിത്ത് വാട്ട് സ്പീഡ് ഷുഡ് ഇറ്റ് ബി മൂവ്ഡ് റിലേറ്റീവ് ടു ആൻ ഒബ്സർവർ സോ ദാറ്റ് ഇറ്റ് മേ സീം ടു ലോസ് 2 minutes in 24 hours. അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ 2020 ഡിഗ്രിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 24 മണിക്കൂറിൽ എത്ര സെക്കൻഡ് നഷ്ടപ്പെടുന്നു? 2 മിനിറ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ 2 മിനിറ്റ് നഷ്ടപ്പെടണമെങ്കിൽ എത്ര സ്പീഡിൽ മൂവ് ചെയ്യണം? അപ്പോഴും മനസ്സിലാക്കണം, 2 മിനിറ്റ് കുറയുന്നു എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് കുറയുന്നു 24 മണിക്കൂറിൽ. അപ്പോൾ നമുക്കറിയാം 24 മണിക്കൂർ എന്ന് പറയുന്നത് 24 × 60 × 60 സെക്കൻഡാണ്. ദാറ്റ് മീൻസ് 86,400 സെക്കൻഡ്. അതിൽ 2 മിനിറ്റ് കുറഞ്ഞത് എവിടാണ്? മൂവ് ചെയ്യുമ്പോഴാണ് ടൈം കുറയാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ അതിനെ പ്രോപ്പർ ടൈം ഇൻ്റർവൽ ദാറ്റ് ഈസ് del t പ്രൈം എത്ര എന്ന് കൊടുത്തു? 86,280. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 86,400 നിന്ന് 2 മിനിറ്റ് അതായത് 120 സെക്കൻഡ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് del t പ്രൈം. സോ del t പ്രൈം ഈസ് ദ പ്രോപ്പർ ടൈം ഇൻ്റർവൽ. ദെൻ ദിസ് ഈസ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവൽ. തൊട്ട് മുകളിൽ അപ്ലൈ ചെയ്ത ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. del t പ്രൈം ഈക്വൽ ടു del t ഇൻറ്റു √1 മൈനസ് v²/c². അവിടെയും നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ എന്താ? del t പ്രൈം ബൈ del t ഈക്വൽ ടു √1 മൈനസ് v²/c². രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടിയ ഇക്വേഷൻ? v ഈക്വൽ ടു 0.63c. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതും കേരള യൂണിവേഴ്സിറ്റിയിലെ 2020 ചോദ്യം തന്നെയാണ്. ബിരുദ ഡിഗ്രിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ പറയുന്നുണ്ട് എ ബീം ഓഫ് പയോൺ ഹാസ് എ വെലോസിറ്റി 0.6c. Then pions has a half life of 1.8 × 10⁻⁻8 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഒരു ഫ്രെയിം ഉണ്ട്, ആ ഫ്രെയിമിൽ പയോണുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ പയോണുകളുടെ ലൈഫ് ഒരു ഒബ്സർവർ നിരീക്ഷിക്കുന്നു. അപ്പോൾ നിരീക്ഷിക്കുന്ന സമയത്ത് എത്രയാണത്? അതെന്ന് പറയുന്നത് 1.8 × 10⁻⁸ സെക്കൻഡാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, പയോണുകൾ ഉൾപ്പെടുന്ന ഫ്രെയിം മൂവ് ചെയ്യുവാണ്. ആ ഫ്രെയിമിലാണ് ഒബ്സർവർ ഈ ടൈം അളന്നത്. ആ ടൈം എന്ന് പറഞ്ഞാൽ മൂവിങ് ഫ്രെയിമിലെ ടൈമാണ്. മീൻസ് ഒബ്സർവർ അവിടെ തന്നെ ഉണ്ട്, അതായത് സെയിം ലൊക്കേഷനിൽ തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മളതിനെ പ്രോപ്പർ ടൈം ഇൻ്റർവൽ del t പ്രൈം എന്ന് വിളിച്ചു. സോ ഇവിടെ del t പ്രൈം ആണ് 1.8 × 10⁻⁸ സെക്കൻഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയോണുകൾ മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു? പയോൺ ഉൾപ്പെടുന്ന ഒരു ഫ്രെയിം മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിലൊരു ഒബ്സർവറിനെ സങ്കല്പിച്ചാൽ അവിടെ അളക്കപ്പെട്ട ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ടൈം ഇൻ്റർവെല്ലാണ്. ഇനി അറിയാവുന്ന ഇക്വേഷൻ എന്താ? del t ഈക്വൽ ടു del t പ്രൈം ഡിവൈഡഡ് ബൈ √1 മൈനസ് v²/c². അപ്പോൾ del t അറിയാം, കണ്ടുപിടിക്കേണ്ടത് del t ആണ് കണ്ടുപിടിക്കേണ്ടത്. del t പ്രൈം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ v വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട് 0.86. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടും del t യുടെ വാല്യൂ എത്രയാണ്? 2.25 × 10⁻⁸ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ദെൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ v × del t. വിയുടെ വാല്യൂ 0.6c ആണ്. ഇനി സിക്ക് നിങ്ങൾ കൊടുക്കണം
3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടും സഞ്ചരിച്ച ദൂരം 4.05. അതിൻ്റെ അർത്ഥം ടൈം ഡയലേഷൻ്റെ ഒരു പ്രധാന എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ് എന്ത്, ഈ പയോണുകളുടെ ലൈഫ് കൂടുന്നു, അതുകൊണ്ട് ഭൂമിയിലേക്ക് എത്താൻ കഴിയുന്നു, കൂടുതൽ ദൂരം സഞ്ചരിച്ച് ഭൂമിയിലേക്ക് എത്താൻ കഴിയുന്നതിൻ്റെ ഒരു പ്രധാന പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ് ഈ ടൈം ഡയലേഷൻ. സോ 17 നെറ്റിൻ്റെ ചോദ്യമാണ്. ആൻ ഇനേർഷ്യൽ ഒബ്സർവർ സീസ് 2 events A and B happening at the same location but 6 microsecond apart. അപ്പോൾ കാണാം നമുക്ക് സെയിം ലൊക്കേഷനാണ്, എത്ര സെക്കൻഡാണ് എപ്പാർട്ട്? 6 microsecond. അപ്പോൾ സെയിം ലൊക്കേഷനാണ് ഈവൻ്റ് എങ്കിൽ അവർക്കിടയിലുള്ള ടൈം ഇൻ്റർവെല്ലിനെ നമ്മൾ പിരിച്ച പേര് പ്രോപ്പർ ടൈം ഇൻ്റർവെൽ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, പ്രോപ്പർ ടൈം ഇൻ്റർവെൽ എത്രയാണ്? ∆t പ്രൈം ഈക്വൽ ടു 6 microsecond. ഓക്കെ, ഇനിയോ? അപ്പോൾ ആ ഫ്രെയിം റെസ്റ്റിലാണ്. ഇനി അനദർ ഒബ്സർവർ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി v വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വൺ സീ സെയിം ഈവൻസ് ടു ബി 9 microsecond എപ്പാർട്ട്. അപ്പോൾ രണ്ടാമത്തെ ഒബ്സർവർ മൂവ് ചെയ്യുന്ന സമയത്ത് അറിയാം ഈ രണ്ട് ഈവൻറ്റുകളും നടക്കുന്ന 2 സ്ഥലത്തായിരിക്കും. അങ്ങനെ 2 ഈവൻറ്റുകളും നടക്കുന്ന 2 സ്ഥലത്താണെങ്കിൽ അദ്ദേഹം വളർന്ന ടൈം ഇൻ്റർവെല്ലാണ് ഏത്? ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെൽ. അപ്പോൾ അതിന് ഞാൻ ∆t എന്നാണ് നമ്മൾ തൊട്ട് മുമ്പിലെല്ലാം കൊടുത്തത്. സോ ∆t ഈക്വൽ ടു എത്ര കൊടുക്കുന്നു? 9 microsecond. ഇനി സിയുടെ വാല്യൂ അറിയാം, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ട എന്താണ്? ദ സ്പേഷ്യൽ ഡിസ്റ്റൻസ് മെഷേർഡ് ബൈ ദ സെക്കൻഡ് ഒബ്സർവർ. രണ്ടാമത്തെ ഒബ്സർവർ അളന്ന സ്പേഷ്യൽ ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ ഒബ്സർവർ റെസ്റ്റിലാണ്, അവിടെ 2 ഈവൻറ്റുകളും നടക്കുന്നത് സെയിം പ്ലേസിലാണ്. സോ ലൊക്കേഷനും സെയിം ആണ്. ഞാൻ x1 പ്രൈം ഈക്വൽ ടു എന്തെന്ന് കൊടുത്തു? x2 പ്രൈം. ഇനി രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്ന സമയത്ത് 2 ഈവൻറ്റുകളും 2 ലൊക്കേഷനായിരിക്കും നടക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അവിടെ ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെല്ലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈവൻറ്റ് നടന്ന സ്ഥലം x1ഉം രണ്ടാമത്തെ ഈവൻറ്റ് നടന്നത് x2. സോ സ്പേഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? x2 - x1 എന്ന് കൊടുക്കാം. ഇനി അതിന് വേണ്ടി ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നു? ∆t പ്രൈം കൊടുത്തു, കാണാം 6 microsecond. ദാറ്റ് ഈസ് പ്രോപ്പർ ടൈം ഇൻ്റർവെൽ. ദെൻ ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെൽ ഈസ് 9 microsecond. ഇനി നമുക്കറിയാവുന്നത് ലോറൻസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. എന്തായിരുന്നു അത്? x ഈക്വൽ ടു x പ്രൈം പ്ലസ് vt പ്രൈം ഇൻറ്റു ഗാമ. x പ്രൈം പ്ലസ് vt പ്രൈം ഇൻറ്റു ഗാമ. അതുകൊണ്ട് ഞാൻ ആദ്യം എന്ത് കൊടുത്തു? x1 കൊടുക്കുന്നു. ഓക്കെ, ആദ്യം x1 കൊടുക്കാം. x1 ഈക്വൽ ടു എന്താണ്? x1 പ്രൈം പ്ലസ് vt1 പ്രൈം ഇൻറ്റു ഗാമ. ഗാമയുടെ വാല്യൂ 1/√1 - v²/c². ദെൻ x2 എന്ന് പറഞ്ഞാൽ x2 പ്രൈം പ്ലസ് vt2 പ്രൈം ഇൻറ്റു ഗാമ. ഇനി ഞാൻ ഡിഫറൻസ് എടുക്കുന്നു. x2 - x1 എടുക്കുന്ന സമയത്ത് x2 പ്രൈം മൈനസ് x1 പ്രൈം പ്ലസ് v കോമൺ എടുക്കാം. ദെൻ t2 പ്രൈം മൈനസ് t1 പ്രൈം. ഇനി x1 പ്രൈം ഈക്വൽ ടു x2 പ്രൈം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് x1 പ്രൈം ഈക്വൽ ടു x2 പ്രൈം ആണ്, സെയിം ലൊക്കേഷനിലാണ്. അതുകൊണ്ട് ആ ടൈം ക്യാൻസൽ ആവും. പിന്നെ എന്ത് കിട്ടും? x2 - x1 ഈക്വൽ ടു v ഇൻറ്റു t2 പ്രൈം മൈനസ് t1 പ്രൈമിന് വരെ നമ്മൾ ∆t പ്രൈം എന്ന് കൊടുക്കും ഇൻറ്റു ഗാമ. അപ്പോൾ നമുക്ക് കിട്ടി x2 - x1 ഈക്വൽ ടു എന്താണ്? v ഇൻറ്റു ∆t പ്രൈം ഇൻറ്റു ഗാമ. ഇനി നമുക്കറിയാം ∆t ദാറ്റ് ഈസ് ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു പ്രോപ്പർ ടൈം ഇൻ്റർവെൽ ഇൻറ്റു ഗാമ. ദാറ്റ് ഈസ് ∆t ഈസ് ഈക്വൽ ടു ∆t പ്രൈം ഇൻറ്റു ഗാമ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ∆t/∆t പ്രൈം ഗാമ കിട്ടും. അങ്ങനെയാണെങ്കിൽ ∆t പ്രൈം ബൈ ∆t എടുക്കുന്നു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/γ. 1/γ എന്ന് പറഞ്ഞാൽ ഗാമയുടെ വാല്യൂ 1/√1 - v²/c² ആണ്. അപ്പോൾ 1/γ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? √1 - v²/c². സോ അതുകൊണ്ട് ഞാൻ എഴുതി ∆t പ്രൈം ബൈ ∆t. അതെന്താണ്? √1 - v²/c². അതാണ്ട് ഈ സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? v² ഈക്വൽ ടു 1 - ∆t പ്രൈം ബൈ ∆t ദ ഹോൾ സ്ക്വയർ ഇൻറ്റു c². അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അതായത് ∆tക്കും ∆t പ്രൈമിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും √5/3 ഇൻറ്റു c. ഇനി അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എടുത്ത് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കണം. v √5/3 ഇൻറ്റു c എന്നുള്ളത് x2 - x1 ഈക്വൽ ടു v ∆t പ്രൈം ഗാമയിലെ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം x2 - x1 ഈക്വൽ ടു വിയുടെ സ്ഥാനത്ത് √5/3 ഇൻറ്റു c. ഇനി ∆t പ്രൈം ഇൻറ്റു ഗാമയ്ക്ക് വരെ എന്താ കൊടുക്കാം? ഗാമയ്ക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ∆t/∆t പ്രൈം. അപ്പോൾ എന്ത് കിട്ടും? √5/3c ഇൻറ്റു ∆t.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽ ടി എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? മൈക്രോ സെക്കൻഡാണ്. 9 മൈക്രോ സെക്കൻഡാണ്. ഡെൽ ടി ഈക്വൽ ടു 9 മൈക്രോ സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് 9 × 10⁻⁻6 വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x2 - x1 ഈക്വൽ ടു 2012 മീറ്റർ. ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ദെൻ നമുക്ക് കാണാവുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2000 മീറ്ററാണ്. സോ ആ വാല്യൂവിനെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 2000 മീറ്റർ എന്ന് കൊടുക്കും. ഉത്തരം കിട്ടും 2000 മീറ്റർ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാം 2012-ൻ്റേതാണ്. അപ്പോൾ അവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ലൈറ്റ് ടേക്സ് 4 hours to cover the distance from Sun to Neptune. If you travel in a spaceship at a speed of 0.99 c, the time interval to cover the same distance measured with a clock on the spaceship. ആ ചോദ്യത്തിൽ തന്നെ കൃത്യമാണ് ക്ലോക്ക് ഓൺ ദ സ്പേസ്ഷിപ്പ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്പേസ്ഷിപ്പിലിരിക്കുന്ന ക്ലോക്ക് മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രോപ്പർ ടൈം ഇൻ്റർവെല്ലാണ്. അതിൻ്റെ അർത്ഥം തന്നിരിക്കുന്നത് പ്രോപ്പർ ടൈം ഇൻ്റർവെൽ അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പ്രോപ്പർ ടൈം ഇൻ്റർവെൽ. കാരണം ക്ലോക്ക് അളന്ന സമയം, ആ ക്ലോക്ക് എന്ന് പറയുന്നത് സ്പേസ് ഷട്ടിലാണ്. അപ്പോൾ സ്പേസ് ഷട്ടിൽ ഇരിക്കുന്ന ക്ലോക്ക് അളക്കുന്ന സമയത്തെയാണ് നമ്മൾ പ്രോപ്പർ ടൈം ഇൻ്റർവെൽ എന്ന് നമ്മൾ തിയറിയിൽ പറഞ്ഞത്. അപ്പോൾ അതാരാണ്? ഡെൽ ടി പ്രൈം. അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഡെൽ ടി പ്രൈം ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി തന്നിരിക്കുന്നത് എന്താണ്? 4 hours, ദാറ്റ് ഈസ് ദ ഇംപ്രോപ്പർ ടൈം ഇൻ്റർവെൽ. ഓക്കെ. അത് റെസ്റ്റ് ഫ്രെയിമിലിരുന്ന സമയത്ത്, അതായത് റിലേറ്റീവ് മോഷൻ ഇല്ലാതിരുന്ന സമയത്ത് അളന്നതാണ്. അത് എത്ര മണിക്കൂറാണ്? 4 മണിക്കൂർ. 4 മണിക്കൂറിനെ എനിക്ക് എത്ര ആയിട്ട് എഴുതാം? 240 മിനിറ്റ്. ഇനി സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.99 c. അപ്പോൾ നമുക്കറിയാം 0.99 c വേഗതയിൽ സഞ്ചരിക്കുന്ന ക്ലോക്ക് അളക്കുന്ന സമയം എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡെൽ ടി പ്രൈം. അപ്പോൾ ഡെൽ ടി പ്രൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽ ടി ഇൻറ്റു √(1 - v²/c² ഈക്വൽ ടു എഴുതും. ഡെൽ ടി എത്ര? 240 ഗുണം √(1 - v) എത്രയാണ്? 0.99 c c² ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ c². കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും 34 മിനിറ്റ്. ഓക്കെ. സോ മൂവിങ് ക്ലോക്ക് അളന്ന സമയം എത്രയേ ഉള്ളൂ? 34. റെസ്റ്റ് ക്ലോക്ക് ആയിരുന്നെങ്കിൽ അത് 240 മിനിറ്റാണ് അളന്നത്. ദെൻ മൂവിങ് ക്ലോക്ക് എത്രയാണ്? 34 മിനിറ്റാണ് മെഷർ ചെയ്യപ്പെട്ടത്. സോ ഇത്രയാണ് എന്ത്? ടൈം ഡയലേഷൻ. ഇനി ടൈം ഡയലേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അത് എക്സ്പെരിമെൻ്റലി തെളിയിക്കപ്പെട്ടതാണ്. അതൊരു ഇല്യൂഷനൊന്നുമല്ല, എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആണ്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിലാണ് നമ്മുടെ GPS സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്നത്. ടൈം ഡയലേഷൻ കൃത്യമായിട്ട് മെഷർ ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കൃത്യമായിട്ട് GPS-ൽ ലൊക്കേഷൻസ് കാണാനോ സെറ്റ് ചെയ്യാനോ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ടൈം ഡയലേഷൻ ഈസ് നോട്ട് ആൻ ഇല്യൂഷൻ. ഇത് എക്സ്പെരിമെൻ്റലി തെളിയിക്കപ്പെട്ടതാണ്. ഓക്കെ. താങ്ക് യു.